ഹായ് ഓൾ, എൻ്റെ പേര് അനന്യ. ഞാനിപ്പോൾ ഗവൺമെൻറ് സ്കൂൾ മക്രപമ്പ് ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ HST എക്സാമിൽ മലപ്പുറം ജില്ലയിൽ എനിക്ക് 2ാം റാങ്കായിരുന്നു. ഞാൻ റാങ്ക് കിട്ടി. ഞാൻ കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ സർവീസിൽ കയറിയത്. അപ്പോൾ എനിക്ക് 2ാം റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു റാങ്കാണ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അതിനെന്നെ ഹെൽപ്പ് ചെയ്തതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എങ്ങനെയാണ് PSC ക്രാക്ക് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിൽ ആദ്യം എന്നെ മുഖം മീര മാമിൻ്റെയാണ്. ഇപ്പോഴത്തെ എൻ്റെ മെൻറ്ററായിട്ടുണ്ടായിരുന്നത് മീര മാം ആയിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയതാണ് മീര മാമും ഞാൻ തമ്മിലുള്ള ബന്ധം. ഞാൻ മാമിൻ്റെ എല്ലാ ക്ലാസ്സും ലൈവ് ക്ലാസ് അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 10-25 ആളുള്ളൊരു ബാച്ചായിരുന്നു. അതിൽ ഞങ്ങളുടെ മെൻറ്റർ മീര മാമായിരുന്നു. അപ്പോൾ മാമിൻ്റെ വരുന്ന ലൈവ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാമിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല ഡൗട്ടും മാമിനോട് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലൈവ് ക്ലാസ്സിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതല്ലാതെ ഞാൻ അവരുടെ നമ്പർ വാങ്ങി വാട്സപ്പ് വഴി അങ്ങനെ ഞാൻ മാമിനോട് പല ഡൗട്ടും ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ മാം ഒരു മടിയില്ലാതെ ഞാൻ എപ്പോൾ ചോദിച്ചാലും അപ്പോൾ എനിക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. തീരെ സാവകാശം വയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ മാമിൻ്റെ ആ ഒരു മെൻറ്റർഷിപ്പോട് കൂടി തന്നെയാണ് എനിക്ക് ഇത്ര നല്ലൊരു റാങ്ക് കിട്ടാൻ പറ്റിയത്. എനിക്ക് ഇത്ര നല്ലൊരു റാങ്ക് കിട്ടിയിട്ട് എനിക്കിപ്പോൾ ഈ സർവീസിൽ കയറാൻ സാധിച്ചത്. HSC എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്ത മെത്തേഡ് എന്താണെന്നുണ്ടെങ്കിൽ, അന്ന് എനിക്ക് തന്നിട്ടുള്ള ക്ലാസ്സുകൾ കഴിയുന്നതും മാക്സിമം സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി ലൈവ് ക്ലാസ്സുകൾ, മാമായിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. എന്ത് ഡൗട്ട് വന്നാലും അത് ചെറുതാണോ വലുതാണോ എന്നൊന്നും ഞാൻ നോക്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ അതൊരു വീട്ടിത്തായി പോവോ, മാമിന് എന്തെങ്കിലും തോന്നുന്നു, അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. മാമിൻ്റെ ഭയങ്കര ഓപ്പൺ ആയിട്ട് തന്നെ ഞാൻ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവുക, അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സാമിൻ്റെ മുന്നേ ആയപ്പോഴേക്കും ഞാൻ ഏകദേശം ഒരു 2-3 ടൈംസ് എൻ്റെ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പഠിച്ചെത്താൻ കഴിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഭാഗം ഒഴിവാക്കരുത്. ഈ ഒരു എക്സാമിൻ്റെ സമയത്ത് നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്ത് പോയി എന്നുള്ള ഒരു ഇതിലെടുക്കരുത്. പകരം എല്ലാ ഭാഗവും ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്, ഒരു വട്ടമെങ്കിലും ഞാനൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസോട് കുറിച്ച് വേണം എക്സാമിന് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാം എഴുതാൻ പോകുന്ന എക്സ്പീരിയൻസിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. വളരെ എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിയുന്നത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ കൂടെ മീര മാം ഉണ്ടല്ലോ, എൻ്റെ കൂടെ മാം ഉണ്ടായിരുന്നു. മാമിൻ്റെ ആ ഒരു ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ട്. മാം പറയുന്ന കാര്യങ്ങളും ക്ലാസ്സുകളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയും. കാരണം മാം പഠിപ്പിക്കുന്ന ഒരു രീതി എനിക്ക് അറിയാനുകൊണ്ട് ഞാൻ പറയുകയാണ്. മാം എല്ലാ ഭാഗവും അത്യാവശ്യം ടച്ച് ചെയ്ത് നമുക്ക് പറഞ്ഞുതരും. എക്സാമിന് വേണ്ട പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നുള്ളത് ആലോചിച്ച് ടെൻഷനൊക്കെ വേണ്ട. ഇനിയുള്ള ദിവസങ്ങളായിരിക്കും നമ്മുടെ തലവരെ മാറ്റാൻ പോകുന്ന ദിവസങ്ങൾ. സോ കഴിയുന്നതും അത്രയും കാര്യങ്ങൾ പഠിച്ച് അറ്റ്ലീസ്റ്റ് വായിച്ചെത്താനെങ്കിലും ശ്രമിക്കുക. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല, ആവറേജ് ആയിട്ട് പോയിരുന്ന ഒരാളായിരുന്നു. എനിക്കപ്പോൾ ഈ ഒരു എക്സാം ഇത്ര നല്ല മാർക്കോട് കൂടിയിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് നല്ല രീതിയിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആഗ്രഹിക്കുന്ന പൊസിഷനിൽ തന്നെ എത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും മീര മാമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളൊരു 100% വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഞാൻ എക്സാം എഴുതാൻ പോണ എല്ലാവർക്കും മീര മാമിനും ഞാൻ എൻ്റെ എല്ലാ ബെസ്റ്റ് വിഷസും അറിയിക്കുകയാണ്. താങ്ക് യു.